പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ HSST പരീക്ഷകൾ മെയ് മാസത്തിൽ വരികയാണ് അല്ലേ. മെയ് മാസത്തിൽ ഒരുപാട് HSST പരീക്ഷകൾ വരാനുണ്ട്. ഫിസിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സൈക്കോളജി, സുവോളജി, ബോട്ടണി, എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മെയ് മാസത്തിൽ വരുന്നുണ്ട്. അതിൽ HSST ഇംഗ്ലീഷ് ഒഴികെ മറ്റെല്ലാ HSSTകളും എന്താണ്? ഓൺലൈൻ പരീക്ഷയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂഷൻ ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവർ PSCയുടെ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ എഴുതുന്നത്. നമുക്കറിയാം യൂഷ്വലി ഇപ്പോൾ ഉള്ള പല പരീക്ഷകളും ഇപ്പോൾ +2 JEE മുതലുള്ള പരീക്ഷകളൊക്കെ ഓൺലൈൻ തന്നെയാണ്. ഗേറ്റ് പരീക്ഷ ഓൺലൈനാണ്, നെറ്റ് ഓൺലൈനാണ്. പക്ഷേ ഈ പറഞ്ഞ PSC നമ്മൾ യൂഷ്വലി എഴുതുന്നതെല്ലാം ഓഫ്ലൈനായിട്ട് പെൻ ആൻഡ് പേപ്പർ മോഡിൽ, അതായത് OMR നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, അത് വെച്ചിട്ട് OMR ഷീറ്റ് നമ്മൾ കറുപ്പിക്കുന്നു, അങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ HSST പരീക്ഷകൾ ഇത്തവണ എന്താണ്? ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാരണം അപേക്ഷകരുടെ എണ്ണം ഒരു 5000-ൽ താഴെയൊക്കെ ആണെങ്കിൽ PSC ഇപ്പോൾ അത് ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് എളുപ്പം അതാണ്. അതുകൊണ്ട് കാരണം വാല്യുവേഷന് വേണ്ടിയിട്ടും മറ്റ് പേപ്പറിന്റെ ചെലവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ PSC അതങ്ങ് ഓൺലൈനാക്കും. അപ്പോൾ 5000-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഓഫ്ലൈനായിട്ട് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ മെയ് 5-ന് HSST മാത്തമാറ്റിക്സ് നടക്കുകയാണ്. പിന്നീട് HSSTയുടെ കുറേ പരീക്ഷകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ഓൺലൈൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കുക, ആക്ച്വലി ഇറ്റ് ഈസ് ബെറ്റർ. അതായത് ഈ ഓൺലൈൻ എക്സാമിനേഷൻ ഓഫ്ലൈനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ഞാനിങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് പേടിയുണ്ട്. ഇത് ഓൺലൈനിലാണല്ലോ, ഇതെങ്ങനെ നമ്മൾ ഇത് നടക്കും, ഞാൻ ഇതുവരെ കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ കുറേ നാളായിട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് വർഷങ്ങളായിട്ടുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ ഒരുപക്ഷെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, അത് ആ അറിവ് മതി. ഇത് ബെറ്റർ ആണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഓപ്ഷൻസ് തിരുത്താനായിട്ട് പറ്റും. ഓപ്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്ത ഓപ്ഷൻസ് നമുക്ക് തിരുത്താൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം കണ്ടു, അതിന്റെ D ആണ് അതിന്റെ ഉത്തരം നമുക്ക് തോന്നി, നമ്മളത് അവിടെ മാർക്ക് ചെയ്തു. ഓൺലൈനിൽ നമ്മളത് മാർക്ക് ചെയ്തു. ഇനി 2, 3 ഒരു അഞ്ചാമത്തെ ചോദ്യത്തിലെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി, അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഒന്നാമത്തെ ചോദ്യം ഞാൻ എഴുതി തെറ്റിപ്പോയല്ലോ. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്കത് തിരുത്താൻ എന്തേലും നിർവാഹം ഉണ്ടോ? അത് ഇറിവേഴ്സിബിൾ ആണല്ലേ. നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ പറയുന്ന പോലെ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. പക്ഷേ ഓൺലൈൻ ആണെങ്കിൽ അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. നമുക്ക് ഒന്നിലേക്ക് ചെന്നിട്ട് ഈ D എന്നുള്ള ടിക്കറ്റ് ഓപ്ഷൻ മാറ്റി വേണമെങ്കിൽ C ആക്കാം, അല്ലെങ്കിൽ B ആക്കാം, അല്ലെങ്കിൽ A ആക്കാം. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. കാരണം നമുക്ക് പലപ്പോഴും, നിങ്ങൾ യൂഷ്വലി PSC പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും താഴേക്ക് ചില ചോദ്യങ്ങൾ ഇങ്ങനെ കണക്ഷനുള്ള ചോദ്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ എഴുതിയത് തെറ്റാണല്ലോ എന്നൊരു സംശയം നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് മാറ്റാനായിട്ട് പറ്റും. ഉത്തരങ്ങൾ തിരുത്താൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്, നമുക്ക് മാർക്ക് ഫോർ റിവ്യൂ എന്നൊരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് അറിയാം ഒരു 2 ഓപ്ഷൻസ് അതിനകത്ത് അല്ലാന്ന് അറിയാം. പക്ഷേ ബാക്കിയുള്ള 2 ഓപ്ഷൻസിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കർപ്പിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? അത് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് ഇടാനായിട്ട് പറ്റും. പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ആ റിവ്യൂ ചെയ്ത മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ മാത്രം എടുത്ത് വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് അങ്ങനെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ ഓൺലൈൻ എക്സാമിനേഷന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി വേണം പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ. പലർക്കും അപ്പോൾ തോന്നും, സാറേ ഞങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് എഴുതുന്നതാണ് ഞങ്ങൾക്ക് ബെറ്റർ, കൈകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നതാണ് നമുക്കൊരു ഒരു സുഖം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ, ഈ ഓപ്ഷൻസ് തിരുത്താനുള്ളതും മാർക്ക് ഫോർ റിവ്യൂ, അത്തരം കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓൺലൈൻ എക്സാമിനേഷൻ ബെറ്റർ ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പേടി ആദ്യം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ I+ന്റെ HSSTയുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഇത് ഓൺലൈൻ ആണല്ലോ, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, എങ്ങനെ ഇത് ചെയ്യും, ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു ടെൻഷന്റെ കാര്യമില്ല. നമുക്ക് ഒന്ന് മനസ്സോടുകൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ പറയാനുള്ള കുറച്ച് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്ലാൻ ഇറ്റ് സ്ട്രാറ്റജിക്കലി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ഓൺലൈനിൽ കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. ആ അഡ്വാൻറ്റേജുകൾ മുതലെടുക്കുന്ന രീതിയിൽ വേണം. നമ്മുടെ മുന്നിലുള്ളത് പരീക്ഷാ ഹാളിൽ 1.5 മണിക്കൂറാണ്. ആ 1.5 മണിക്കൂറാണ് നിങ്ങൾ മാസങ്ങളായിട്ട് പഠിക്കുന്ന പഠനത്തിന്റെ ഫലം വരാൻ പോകുന്നത് ആ 1.5 മണിക്കൂറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൂറായിട്ടൊന്ന് തയ്യാറെടുത്ത് പോവുക. അത് സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്യുക. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, അറിയാത്ത ചോദ്യങ്ങൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് പോകും, അല്ലാതെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് തിരിച്ചു വരും, അറിയുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് എഴുതിയിട്ട് തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്
പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് പ്രധാനമായിട്ടുള്ളത് എന്താണ്, നമുക്ക് പലപ്പോഴും OMR എക്സാമിനേഷനിൽ നമ്മൾ ആ ധൃതിയിലും തിരക്കിലും ഒക്കെ എഴുതുമ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ കറുപ്പിക്കുന്നത് ചിലപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലായിരിക്കും അല്ലേ. ഇവിടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒന്നും ഒരിക്കലും സംഭവിക്കില്ല, കാരണം ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ് നമ്മൾ ആൻസർ കറുപ്പിക്കുന്നത്. അപ്പോൾ അത്തരം മിസ്റ്റേക്കുകളൊന്നും നമ്മൾ ഈ ഓൺലൈൻ എക്സാമിനേഷൻ സംഭവിക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പോവുക. രണ്ടാമത്, നേരത്തെ പരീക്ഷാ ഹാളിൽ എത്തുക, അറൈവ് ഏർലി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫ്ലൈൻ എക്സാമിനേഷൻ പോലെ അല്ല. നമ്മൾ ഓഫ്ലൈനിന് എങ്ങനെയാണ് നമ്മുടെ വെരിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത്, നമ്മൾ പരീക്ഷാ ഹാളിൽ ചെന്നിരുന്നു, നമ്മൾ പരീക്ഷ എഴുതുന്നതിന്റെ ഇടയ്ക്ക് ഇൻവിജിലേറ്റർ വന്നിട്ട് നമ്മുടെ ഹോൾ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആണ് നമ്മുടെ ഈ വെരിഫിക്കേഷൻ നടക്കുക. പക്ഷേ ഇതങ്ങനല്ല. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ID കാർഡും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ അത് കുറച്ച് ഒരു ഹോളിൽ കുറേ പേരുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവസാന നിമിഷം അല്ല നിങ്ങൾ ചെല്ലേണ്ടത്, പരീക്ഷാ ഹാളിൽ നേരത്തെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും എപ്പോൾ ചെല്ലണമെന്ന്, അതിന് മുന്നേ തന്നെ അവിടെ എത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ അധികം ചെക്കിങ് ചിലപ്പോൾ ഉണ്ടായേക്കാം. പിന്നെ അവിടെ നോട്ടീസ് ബോർഡിൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പേരുണ്ടാവും, എത്രാമത്തെ നമ്പറാണ് എന്നുണ്ടാവും. ആ നമ്പറിൽ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ പോയി ഇരിക്കണം. അപ്പോൾ നേരത്തെ പരീക്ഷ ഹാളിൽ എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൗസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കീബോർഡ് അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മൗസ് മാത്രമാണ് അവിടെ യൂഷ്വലി PSC പരീക്ഷകൾക്ക് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മൗസ് മാത്രമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. കാരണം വെർച്വൽ കീബോർഡ് നമുക്ക് അവിടെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, ടൈപ്പ് ചെയ്യാനില്ല, ക്ലിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ മൗസ് മാത്രമായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, PSCയുടെ മോക്ക് വിൻഡോ ഉണ്ടാവും. അതായത് ഇതിന്റെ യൂഷ്വലി ഓൺലൈൻ എക്സാമിനേഷന്റെ കേസിൽ PSC എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓൺലൈൻ പരീക്ഷകളുടെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ തന്നെ ഒരു മോക്ക് എക്സാം എടുക്കാനുള്ള ഒരു വിൻഡോ ഇങ്ങനെ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ PSC കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നോക്കുക, നിങ്ങൾക്ക് ആ മോക്ക് എക്സാം എടുക്കാനുള്ള വിൻഡോ ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വിൻഡോ നിങ്ങൾ പോയിട്ട് എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. കാരണം ഇതുവരെ പരീക്ഷ എഴുതിയിട്ടില്ലാത്ത, ഓൺലൈൻ പരീക്ഷ PSC പോലുള്ള പരീക്ഷകൾ എഴുതിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും അത്. ഉറപ്പായിട്ട് നിങ്ങൾ ആ മോക്ക് എക്സാം നോക്കുക. I+ന്റെ മോക്ക് ടെസ്റ്റുകളും അതേ രീതിയിൽ തന്നെ നമ്മൾ എങ്ങനെയാണോ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് I+ന്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതെടുക്കുന്നവർക്കും ഈ ഓൺലൈൻ ടെസ്റ്റിനോടുള്ള ഒരു പേടിയൊക്കെ മാറി കിട്ടുമെന്നുള്ളത് ഓർക്കുക. കാൽക്കുലേറ്റർ ഒന്നുമില്ല. കുറേ പേരുടെ സംശയമാണ്, സാറേ ഓൺലൈൻ ആണല്ലോ, ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് സ്ക്രീനിൽ തന്നെ കാൽക്കുലേറ്റർ കിട്ടും. കാൽക്കുലേറ്റർ ഇല്ല, നമ്മുടെ യൂഷ്വൽ പരീക്ഷ പോലെ തന്നെ കാൽക്കുലേറ്റർ ഇല്ല. പകരം എന്ത് കിട്ടും, നമുക്കൊരു റഫ് വർക്ക് ചെയ്യാനായിട്ട് ഒരു പേപ്പർ കിട്ടും. അപ്പോൾ ആ പേപ്പർ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം, പേര് വെച്ച് എഴുതി നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ സ്ക്രീനിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കിട്ടുകയോ മറ്റൊന്നുമില്ല. പിന്നെ മറ്റ് ഡിഫറൻസുകളൊന്നുമില്ല. എല്ലാം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയ്ക്ക് പോവുക. നിങ്ങൾ പഠിച്ചതാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കാൻ ഒന്നിനും ആവത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത് ഓൺലൈൻ വലിയ ബാലികേറാമലയൊന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ളത്, ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ PSCയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ സിസ്റ്റത്തിന് ചെറിയൊരു ഓൺ ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ സ്റ്റക്ക് ആവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ ആ സമയത്ത് അത് കാണുന്നുണ്ടെങ്കിൽ അയ്യോ അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ പോകരുത്. ഓൺലൈനാണ്, ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായേക്കാം എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് പോവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. ഇത്തവണത്തെ HSST ഏറ്റവും നന്നായിട്ട് ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.